യെസ്, നമ്മളിപ്പോ സ്റ്റാർട്ടിംഗ് ന്യൂ ചാപ്റ്റർ ഇതിൽ വരുന്നത് ദറ്റ് ഇസ് ഇൻകം അണ്ടർ ദ ഹെഡ് സാലറി. അങ്ങനെ ഒരു ഇൻകം സാലറിന്റെ ഹെഡിൽ വരണമെങ്കിൽ ദർ മസ്റ്റ് ബി എ റിലേഷൻ ലൈക്ക് എംപ്ലോയി റിലേഷൻഷിപ്പ് ഉണ്ടാവും. എംപ്ലോയർ പേ സാലറി ടു ദ എംപ്ലോയി. പക്ഷെ എംപ്ലോയർ കൊടുക്കുന്ന എല്ലാ എമൗണ്ടും സാലറി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതിലുള്ള ഡിവിഷൻസ് ഉണ്ടാവും. എല്ലാം 100% ഇയാൾ കൊടുക്കുന്ന എല്ലാം സാലറി അല്ല, സാലറി ഉണ്ടാവും. അത് കൂടാതെ ജസ്റ്റ് എക്സാമ്പിൾസ് നോക്കുമ്പോൾ യു വിൽ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, സോ ബേസിക് തിങ് ഈസ് നമ്മളൊരു ഇൻകം അണ്ടർ ദ ഹെഡ് സാലറി പറയണമെങ്കിൽ ഒരു എംപ്ലോയർ ഉണ്ടാവണം, എംപ്ലോയി ഉണ്ടാവണം. ഓക്കെ, ഈ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ മണി ട്രാൻസാക്ഷനിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലാണ് അതിന് നമ്മൾ എന്ത് പറയാ, ഇൻകം അണ്ടർ ദ ഹെഡ് സാലറി നമ്മൾ വെക്കാം. ഓക്കെ, ഇനി കുറച്ച് എക്സാമ്പിൾസ് ഇതിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അതിനെ അത് ഓരോന്നേ നോക്കാം. ഫസ്റ്റ് വൺ ഇസ് എ പ്രൊഫസർ. ഒരു പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ അല്ല. ഇതില് പ്രൊഫസർ ഗെറ്റ്സ് മന്ത്ലി എമൗണ്ട് കൊടുക്കും, സാലറി തന്നെയാണ്. ഇനി യൂണിവേഴ്സിറ്റി ആവുമ്പോൾ എക്സാമിനേഷൻസ് ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ എക്സാം പേപ്പർ കറക്ഷനൊക്കെ വേണ്ടിയിട്ട് പ്രൊഫസറിന് അസൈൻ ചെയ്യും. എന്നിട്ട് അതിന് പൈസ കൊടുക്കുന്നത് ഇറ്റ്സ് എ ഫീ, ഇറ്റ്സ് നോട്ട് എ സാലറി. ദാറ്റ്സ് എ ഡിഫറൻസ്. കൊടുക്കുന്നത് എംപ്ലോയർ യൂണിവേഴ്സിറ്റി തന്നെയാണ്, എംപ്ലോയർ ഇവിടെ യൂണിവേഴ്സിറ്റിയാണ്, എംപ്ലോയി പ്രൊഫഷനാണ്. ആ പറയുന്ന എക്സാം ഫീസ് കൊടുക്കുന്ന, എക്സാം കറക്ഷൻ ഫീ കൊടുക്കുന്നതിലും കൊടുക്കുന്നത് എംപ്ലോയർ, കൊടുക്കുന്ന എംപ്ലോയിക്ക് തന്നെയാണ്. ബട്ട് സ്റ്റിൽ ഡസൻ കം അണ്ടർ സാലറി. പക്ഷെ മാസം ഇയാൾ കിട്ടുന്ന സാലറി ദാറ്റ് കംസ് അണ്ടർ സാലറി ഹെഡ് ഇറ്റ്സെൽഫ്. ഓക്കെ, അതൊന്ന് വായിച്ചു നോക്കിക്കോളൂ. ഈ പ്രൊഫസർ എന്നുള്ളത് 2 minutes തരാം. ഓക്കെ, ഇനി അടുത്തത് ഒരു ഡയറക്ടർ, ഒരു പെർട്ടിക്കുലർ കമ്പനിയുടെ ഡയറക്ടറാണ്. XYZ എന്ന് പറഞ്ഞൊരു കമ്പനി, അതിന്റെ ഒരു ഡയറക്ടർ ഉണ്ട്. ഡയറക്ടർ നെയിം ഈസ് റാം. ഓക്കെ, അപ്പോ ഈ ഡയറക്ടറിന് സിറ്റിംഗ് ഒക്കെ ഉണ്ടാവും, ഡയറക്ടർ ബോർഡിൽ. അതിനൊക്കെ ഫുൾ ഫീസ് കിട്ടും. ആ ഫീസ് മേ ബി ആസ് എ ഡയറക്ടറാണ് അയാൾ പേടിക്കുന്നത്. ദാറ്റ് ക്യാൻ ബി കൗണ്ടഡ് ആസ് ഇൻകം ഫ്രം അതർ സോഴ്സസ്, സാലറി അല്ല. പക്ഷെ ഇതേ ഡയറക്ടറിന് വേണമെങ്കിൽ ഈ ഒരു കമ്പനിക്ക് ഇതിന്റെ മാനേജറായിട്ട് എംപ്ലോയ് ചെയ്യാം ത്രൂ അനദർ കോൺട്രാക്ട്. ഒരു മാനേജറായിട്ട് എംപ്ലോയ്, അപ്പൊ ഒരാളിന് 2 ഡ്യൂട്ടി ഇവിടെ ചെയ്യണം. അതുകൊണ്ട് അയാളുടെ ഈ ഇൻകം സാലറിയിൽ വരുന്നില്ല എന്നില്ല. അപ്പൊ മാനേജറായിട്ട് അങ്ങനെ എന്തെങ്കിലും വർക്ക് ചെയ്യണം, അയാളുടെ എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുന്നത്, അയാൾക്ക് കിട്ടുന്ന സാലറി കംസ് അണ്ടർ സാലറി ഹെഡ്. പക്ഷെ അയാൾ ഡയറക്ടർ കൂടിയാണ്. ഡയറക്ടറായിട്ട് അയാൾക്ക് കിട്ടുന്ന ആ ഒരു ഡയറക്ടേഴ്സ് ഫീസ് അത് കംസ് അണ്ടർ ഇൻകം ഫ്രം അതർ സോഴ്സസ്, സാലറിയിൽ വരില്ല. സെയിം ആളെ കൊടുക്കുന്നത്. ബട്ട് സ്റ്റിൽ ഡയറക്ടറിന്റെ കപ്പാസിറ്റിയിൽ ഇരിക്കുമ്പോൾ അയാൾ ഒരു എംപ്ലോയി ആയിട്ടല്ല കൺസിഡർ ചെയ്യുന്നത്, അത് ഡയറക്ടർ ഫീസ് ആയിട്ടാണ്, സാലറി അല്ല കൊടുക്കുന്നത്. ഓക്കെ, അങ്ങ് വായിച്ചേക്കോളൂ. പിന്നെ അടുത്ത പറഞ്ഞത് ഒഫീഷ്യൽ ലിക്വിഡേറ്റർ ആണ്. ഒഫീഷ്യൽ ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? കോർട്ട് ഓഫ് സെൻട്രൽ ഗവൺമെന്റ് ഒക്കെ ആയിരിക്കും അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ ആളിനെ ഒരു അവരുടെ എംപ്ലോയി ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. സോ അതിന് കിട്ടുന്ന റെന്യൂമറേഷൻ കംസ് അണ്ടർ സാലറി. അതേപോലെ തന്നെ മാനേജർ എന്ന് പറയുമ്പോഴും ഒരു കമ്പനിയുടെ മാനേജർ പല പേരിൽ അറിയപ്പെടാം. ബട്ട് സ്റ്റിൽ അയാൾ ഒരു എംപ്ലോയി ഓഫ് കമ്പനിയാണ്. അപ്പോൾ ആ കിട്ടുന്ന അയാൾക്ക് ഏത് രീതിയിലായിക്കോട്ടെ ശമ്പളം, ചിലപ്പോ ആ കമ്പനിയുടെ പ്രോഫിറ്റിന്റെ ബേസിലായിരിക്കാം കിട്ടാം, അല്ലെങ്കിൽ മന്ത്ലി ഫിക്സഡ് എമൗണ്ട്, എന്തായാലും ദാറ്റ് കംസ് അണ്ടർ ദ ഹെഡ് സാലറി ഓൺലി. ഓക്കെ, ഇനി പാർട്ട്ണർ ഓഫ് എ ഫേം. പാർട്ട്ണർ ഓഫ് എ ഫേം എന്ന് പറയുമ്പോൾ പാർട്ട്ണർ ഓഫ് എ ഫേമിന് എന്തായാലും ആ കിട്ടുന്ന പ്രോഫിറ്റിന് ഇത് വീതമായിരിക്കും ഒരു പാർട്ട്ണറിന് കൊടുക്കുന്നത് അല്ലെ. എന്ത് പേരിട്ട് വിളിച്ചാലും ആ പാർട്ട്ണറിന് കിട്ടുന്ന ആ പൈസയൊന്നും സാലറി ആയിട്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ല. ഓക്കെ, കാരണം എന്താ വെച്ചാല് അത് അവരൊരു എംപ്ലോയി റിലേഷൻഷിപ്പ് വരുന്നില്ല, അത് പാർട്ട്ണറാണ്. അത് ഇൻകം ഫ്രം നമുക്ക് അതിലൊരിക്കലും ഒരു
ഇൻകം ഫ്രം ബിസിനസ് ആയിട്ടാണ് ഇത് കൺസിഡർ ചെയ്യുന്നത്. സോ അത് ദാറ്റ് ഡസൻ കം അണ്ടർ ദിസ് സാലറി. ഇതൊക്കെ ഓർത്തേക്കണേ, പ്രോബ്ലംസ് വരുമ്പോൾ നമുക്ക് ആവശ്യം വരും. അതേപോലെ തന്നെ MP, മെമ്പർ ഓഫ് പാർലമെന്റ് എന്ന് പറഞ്ഞാല് ഒബ്വിയസ്ലി അയാള് പാർലമെന്റിലൊക്കെ പോയി ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അയാളൊരു കേന്ദ്ര ഗവൺമെന്റിലെ എംപ്ലോയി ആയിട്ടല്ല കൺസിഡർ ചെയ്യുന്നത്. ഹീസ് കൺസിഡർ ആസ് എ ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്. സോ അതുകൊണ്ട് തന്നെ ആൾക്ക് കിട്ടുന്ന ഇൻകവും ഡസ് നോട്ട് കം അണ്ടർ ദ ടാക്സഡ് സാലറീസ്, ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്നാണ് വരുന്നത്. ട്രഷറർ ഓഫ് എ ബാങ്ക്, ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ ഈസ് അപ്പോയിന്റഡ്. അയാളൊരു എംപ്ലോയി ആയിട്ട് ബാങ്ക് കൺസിഡർ ചെയ്തിരിക്കുന്നെങ്കിൽ then that income comes under the head income from salary. പിന്നെ പ്രൊഫഷണൽ വൊക്കേഷൻ ചെയ്യുന്ന ആള്, പേഴ്സൺ ക്യാരിങ് ഔട്ട് ആണ് പ്രൊഫഷൻ. ഇപ്പോൾ ഒരു CS ഒരാള് നിങ്ങളൊരു വെളിയിൽ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത്, ഒരു സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നൊക്കെയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ ഡസൻ കം അണ്ടർ സാലറീസ് ബട്ട് ഇറ്റ് കംസ് അണ്ടർ ബിസിനസ് ഇൻകം. ഓക്കെ, ഇൻകം ഫ്രം ടിപ്സ്. ടിപ്സ് ആര് തന്നെ കിട്ടാം? ടിപ്സ് യു ഗെറ്റ് ഫ്രം കസ്റ്റമേഴ്സ്, നോട്ട് ഫ്രം എംപ്ലോയർ, അല്ലെ? അപ്പൊ ഒബ്വിയസ്ലി നമുക്ക് എംപ്ലോയി റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് വരുള്ളൂ, സാലറി വരുള്ളൂ. ബട്ട് ടിപ്സ് വി ഗെറ്റ് ഫ്രം കസ്റ്റമേഴ്സ്, അതുകൊണ്ട് തന്നെ അതൊരു സാലറിയിൽ വരില്ല. പിന്നെ സാലറി ഇസ് ഫിക്സ്ഡ് ബൈ ജഡ്ജസ്. ജഡ്ജസിന് ആക്ച്വലി എംപ്ലോയർ ഇല്ല, ബട്ട് സ്റ്റിൽ ദാറ്റ് കംസ് അണ്ടർ ദ ഹെഡ് സാലറീസ് ഓൺലി. ഓക്കെ, ഇതാണ് നമുക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഒരു പെർട്ടിക്കുലർ എക്സാമ്പിൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഇസ് ഇഫ് എ പേഴ്സൺ, ഒരു ഡോക്ടറിനെ ഒരു ABC എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ ഹയർ ചെയ്തു. ഓക്കെ, എന്നിട്ട് സാലറി കൊടുക്കുന്നുണ്ട്. ഈ ഡോക്ടർ ഭയങ്കര ഡിമാൻഡുള്ള ആളാണ്. അപ്പൊ XYZ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിൽ കൂടി ഇയാൾ നോക്കി വെച്ചിട്ടുണ്ട്. ബട്ട് ABC ലിമിറ്റഡ് എന്ത് ചെയ്തു, ഇത് നിങ്ങൾ അവിടെ വർക്ക് ചെയ്യേണ്ട, പകരം ഞാൻ കുറച്ചുകൂടി അഡീഷണൽ അലവൻസ് തരാന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ കൊടുക്കുന്ന അലവൻസ് ഓൾസോ കംസ് അണ്ടർ സാലറി. നമ്മൾ വേറെ പ്രൊഫഷൻ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ കമ്പനി കൊടുക്കുന്ന എമൗണ്ടിനെയും comes under the head salary. Clear? അതേപോലെ തന്നെ ഗ്രാറ്റുവിറ്റി, ബോണസ്, കമ്മീഷൻ, ഇതെല്ലാം എംപ്ലോയർ കൊടുക്കുന്നതെല്ലാം സാലറി ഹെഡിൽ വരും. പക്ഷെ ഇതിൽ പല കാര്യങ്ങൾക്കും ഇൻകം ടാക്സ് എക്സെംഷൻ ഉണ്ടാവാം. നമ്മൾ പറയുന്നത് ഏത് ഹെഡിൽ വരുന്നത് മാത്രമേ ഇപ്പൊ നോക്കുന്നുള്ളൂ, അതിന് എക്സെംഷൻ വരുന്നുണ്ടോ ഇല്ലയോ നമ്മളിപ്പോ നോക്കിയില്ല. ഓക്കെ, അപ്പൊ ഇതാണ് ഇൻട്രൊഡക്ഷൻ രീതിയിൽ നമുക്ക് പറയാനുള്ളത്. അതൊന്ന് ഓടിച്ച് വായിച്ചു നോക്കിക്കോളൂ. നിങ്ങൾ ഈ ഒരു ഐഡിയ വേണം നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകൾ. അപ്പൊ കൃത്യമായി മനസ്സിലാക്കുക എങ്ങനെയാണൊരു സാലറി. ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ടത് എംപ്ലോയി റിലേഷൻഷിപ്പ് ഉണ്ട് നോക്കാം. അതുകൂടാതെ തന്നെ എംപ്ലോയറിൽ കൊടുക്കുന്ന എല്ലാ പൈസയും സാലറിയിൽ വരില്ല. അത് ഞാനിപ്പോ പറഞ്ഞ എക്സാമ്പിൾ നമുക്ക് കൃത്യമായി ഡെഫിനിഷൻ ചെയ്യാൻ പറ്റില്ല. ബട്ട് നിങ്ങൾക്കൊരു അണ്ടർസ്റ്റാൻഡിങ് വരുമല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞതിന് നിങ്ങൾക്ക് ബേസിക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, താങ്ക് യു.